അപ്പൊ നമ്മൾ യൂണിവേരിയറ്റ് കേസിൽ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിലെ PDF ഡിഫൈൻ ചെയ്തു. ഇനി നമ്മൾ ബൈവേരിയറ്റ് കേസിൽ എക്സ് വൈ എന്ന് പറയുന്ന ബൈവേരിയറ്റ് റാൻഡം വേരിയബിളിലെ PDF ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനു മുമ്പ് യൂണിവേരിയറ്റ് കേസിലെ എക്സിന്റെ PDF നമുക്ക് ഡിസ്ക്രീറ്റിൽ നമ്മൾ ഡിഫൈൻ ചെയ്തു, കണ്ടിന്യൂസിലും ഡിഫൈൻ ചെയ്തു. അപ്പൊ ഡിസ്ക്രീറ്റിൽ യൂണിവേരിയറ്റ് ഡിസ്ട്രിബ്യൂഷന്റെ PDF എന്താണെന്നൊന്ന് ആരെങ്കിലും പറഞ്ഞേ. ഡിസ്ക്രീറ്റ് കേസിലെ PDF ഓഫ് എ random variable x when x is a discrete random variable, probability density function of a random variable when x is discrete. പറഞ്ഞ ആരെങ്കിലും 0 less than f of x less than or equal to 1 sigma x f of x equal to 1. പ്രോപ്പർട്ടി ഓഫ് എ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് ഞാൻ പറഞ്ഞ. പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ, പ്രോപ്പർട്ടി അല്ല ഡെഫിനിഷൻ. ഇപ്പൊ ശാരി പറഞ്ഞ നെസസറി കണ്ടീഷൻസ് ഫോർ എഫ് ഓഫ് എക്സ് ടു ബി PDF. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ എഫ് ഓഫ് എക്സ് PDF ആവുള്ളൂ. ആ കണ്ടീഷൻ ആണ് ഇപ്പൊ ശാരി പറഞ്ഞത്. f of x equal to p of capital X equal to small x. യൂണിവേരിയറ്റ് കേസിൽ PDF എന്ന് പറഞ്ഞാല് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പ്രോബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ്. ബൈവേരിയറ്റ് കേസിൽ അത് എന്ത് വരും നോക്കിയേ, ഞാൻ ഈ കേസർ വെച്ചേക്കുന്ന സ്ഥലം നോക്കിയേ. ബൈവേരിയറ്റ് കേസിൽ എന്ത് വരും? എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു പ്രോബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ്, ക്യാപിറ്റൽ വൈ ഈക്വൽ ടു സ്മോൾ വൈ. ക്ലിയർ ആയോ? യൂണിവേരിയറ്റ് കേസിൽ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിലെ PDF എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പ്രോബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ്. ഇനി ബൈവേരിയറ്റ് കേസിൽ അതെന്ത് വരും? എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു പ്രോബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ്, ക്യാപിറ്റൽ വൈ ഈക്വൽ ടു സ്മോൾ വൈ. രണ്ട് കണ്ടീഷൻസ് പറഞ്ഞു. ഒന്ന് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1, സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ് എഫ് ഓഫ് എക്സ്, രണ്ട് കണ്ടീഷൻ പറഞ്ഞു. അത് ബൈവേരിയറ്റിൽ ആകുമ്പോൾ എന്തോ വരുമെന്ന് നോക്കിയേ, അതേ കണ്ടീഷൻ തന്നെ. എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് എന്താണ്? എഫ് ഓഫ് എക്സ് വൈ. കണ്ടോ? 0 ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ്, സിഗ്മ വിത്ത് റെസ്പെക്ട് ടു വൈ, എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1. ഓക്കെ, കണ്ടിന്യൂസ് കേസ് പറയാം. ആരെങ്കിലും ഒരാൾ പറഞ്ഞേ, കണ്ടിന്യൂസ് കേസിൽ യൂണിവേരിയറ്റ് PDFന്റെ ഡെഫിനിഷൻ ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. f of x dx equal to the function f of x is that f of x dx equal to p of x less than capital X less than capital X less than or equal to x plus dx. Okay, ഇനി വേറൊരാൾ പറഞ്ഞേ. f of x dx equal to p of small x less than capital X less than or equal to x plus dx. ഓക്കെ, യൂണിവേരിയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വേരിയബിൾ ഉള്ള കേസ്, അതല്ലേ അതിന്റെ അർത്ഥം. യൂണിവേരിയറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ഉള്ളൂ. എക്സ് എന്ന് പറഞ്ഞ ഒരു വേരിയബിളേ ഉള്ളൂ. അതിന്റെ PDF ആണ് ഇപ്പൊ അർച്ചന പറഞ്ഞത്. ഓക്കെ, ഇനി ബൈവേരിയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വേരിയബിളിന്റെ സ്ഥലത്ത് രണ്ട് വേരിയബിൾ വരും. ക്ലിയർ ആയോ? അപ്പൊ എഫ് ഓഫ് എക്സ് എന്നുള്ളത് എന്തായി മാറും? എഫ് ഓഫ് എക്സ് വൈ ആവും. എക്സ് വൈ dx ഈക്വൽ ടു അല്ല ഒരു മിനിറ്റ്. എഫ് ഓഫ് എക്സ് വൈ ഡിഎക്സിന്റെ കൂടെ എന്തുകൂടെ വേണം? dy. എഫ് ഓഫ് എക്സ് വൈ dx dy ഈക്വൽ ടു പ്രോബിലിറ്റി probability of x less than capital X less than or equal to x plus dx, comma y small y less than capital Y less than or equal to y plus dy. ഓക്കെ, അപ്പോ ഇതാണ് നമുക്ക് കണ്ടിന്യൂസ് കേസില് ബൈവേരിയറ്റിന്റെ ഡെഫിനിഷൻ. ഓക്കെ, ഇത് കണ്ടോ? ഇവിടെ ഈ കേസർ നോക്കിയേ. എഫ് ഓഫ് എക്സ് വൈ dx dy ഈക്വൽ ടു പ്രോബിലിറ്റി ദാറ്റ് എക്സ് ലെസ് ദാൻ ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് dx, y ലെസ് ദാൻ ക്യാപിറ്റൽ Y ലെസ് ദാൻ ഓർ ഈക്വൽ ടു y പ്ലസ് dy. യൂണിവേരിയറ്റ് കേസിലെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിലെ PDFന്റെ ഡെഫിനിഷൻ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. f of x equal to p of capital X equal to small x. ഓക്കെ, ബൈവേരിയറ്റ് കേസിൽ പറഞ്ഞേ. ബൈവേരിയറ്റ് കേസിൽ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിലെ PDF പറഞ്ഞേ. f of x comma y equal to p of capital X equal to small x comma capital Y equal to small y.
ഓക്കെ ഇനി വേറൊരാള് ഡിസ്ക്രീറ്റ് കേസിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട 2 കണ്ടീഷൻസ് ഉണ്ട്. അതൊന്ന് പറഞ്ഞേ, വേറൊരാൾ പറഞ്ഞേ. sigma with respect to x f of x equal to 1 ആയിരിക്കണം. പിന്നെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു f of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. അതിനെ ബൈവേരിയറ്റ് കേസിൽ എങ്ങനെ വരും എന്ന് പറഞ്ഞേ, നെസസറി കണ്ടീഷൻസ്. യൂണിവേരിയറ്റ് കേസിൽ സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1. ബൈവേരിയറ്റ് കേസിൽ നമുക്ക് 2 റാൻഡം വേരിയബിൾ ഇല്ലേ, അതുകൊണ്ട് എന്ത് വരും? സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ്, സിഗ്മ വിത്ത് റെസ്പെക്ട് ടു x, സിഗ്മ വിത്ത് റെസ്പെക്ട് ടു y, f of x f of xy equal to 1. ഓക്കെ equal to 1. ഇനി അടുത്ത കണ്ടീഷൻ പറഞ്ഞേ. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു f of xy ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ ഇനി വേറൊരാള് ഈ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ബൈവേരിയറ്റ് കേസിലെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ PDF-ന്റെ ഡെഫിനിഷനും നെസസറി കണ്ടീഷനും രണ്ടും കൂടെ ഒരുമിച്ച് പറയണം. ആരാ പറയാ? PDF f of xy equal to p of capital X equal to small x, capital Y equal to small y. കണ്ടീഷൻ പറഞ്ഞേ, നെസസറി കണ്ടീഷൻ പറഞ്ഞേ. 0 less than or equal to f of xy less than or equal to 1, sigma x, sigma y, f of xy equal to 1. യൂണിവേരിയറ്റിലെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളില് f of x equal to p of small x equal to capital X. probability that capital X equal to small x. Okay. Univariate കേസിൽ discrete random variable PDF f of x equal to probability that capital X equal to small x. Okay. അത് univariate കേസ്. അത് 2 വേരിയബിൾ. ബൈവേരിയറ്റിലേക്ക് വരുമ്പോൾ എങ്ങനെ വരും എന്ന് പറഞ്ഞേ അർച്ചന. ബൈവേരിയറ്റിലോട്ട് വരുമ്പോൾ f of xy equal to p of capital X equal to small x, capital Y equal to small y. ഇനി കണ്ടീഷൻ ഒന്ന് പറഞ്ഞേ അർച്ചന. കണ്ടീഷൻ യൂണിവേരിയറ്റ് ഡിസ്ക്രീറ്റിലാണെങ്കിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു f of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വരും. അത് ബൈവേരിയറ്റിൽ അതേ കണ്ടീഷൻ എങ്ങനെ വരും? അതേ കണ്ടീഷൻ y കൊടുക്കണം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു f of xy ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ ഇനി രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞേ. രണ്ടാമത്തെ കണ്ടീഷൻ സിഗ്മ യൂണിവേരിയറ്റ് കേസിൽ സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1. ഓക്കെ ബൈവേരിയറ്റ് കേസിലോ സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ്, സിഗ്മ വിത്ത് റെസ്പെക്ട് ടു വൈ, എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1. കേസ് ആരെങ്കിലും ഒന്ന് പറയാമോ? യൂണിവേരിയറ്റിലെ കണ്ടിന്യൂസിലെ പീഡിഎഫിന്റെ ഡെഫിനിഷൻ. f of x dx equal to f of x dx equal to p of small x less than capital X less than or equal to x plus dx. അത് ബൈവേരിയറ്റിൽ എങ്ങനെ വരും? f of x y dx dy equal to probability p that of x small x less than capital X less than or equal to x plus dx comma y less small y less than capital Y less than or equal to y plus dy. ഓക്കെ യൂണിവേരിയറ്റിലെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ PDF സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻസ് ഒന്ന് പറയോ? 0 less than or equal to f of x less than or അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഡിസ്ക്രീറ്റിന് 0 ലെസ് ആർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ആർ ഈക്വൽ ടു 1 ആണ്. കണ്ടിന്യൂസിന് അതെങ്ങനെയാ വരിക? കണ്ടിന്യൂസിന് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നേ ഉള്ളൂ കേട്ടോ. കേട്ടോ? യൂണിവേരിയറ്റിലും ബൈവേരിയറ്റിലും ഡിസ്ക്രീറ്റ് കേസിൽ PDF ലൈസ് ബിറ്റ്വീൻ 0 and 1. ഡിസ്ക്രീറ്റ് കേസിൽ ഓക്കെ. കണ്ടിന്യൂസില് PDF നോൺ സീറോ ആണെന്നൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. 1ൽ ചെറുതായിരിക്കണോ നിർബന്ധമില്ല. ഓക്കെ അപ്പൊ അതുകൊണ്ട് യൂണിവേരിയറ്റിൽ കണ്ടിന്യൂസിന്റെ കണ്ടീഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, നോൺ നെഗറ്റീവ് ആണെന്നുള്ള കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? integral with respect to x
f of x is equal dx to f of x f of dx x dx is equal to Okay. 1. ഓക്കെ ഇതേ കണ്ടീഷൻ ബൈവേരിയറ്റിലേക്ക് വരുമ്പോ എങ്ങനെ വരും എന്ന് പറ. f of x comma y ആ greater than or equal to 0. ഓക്കെ ഇനി അടുത്തത് പറ. പിന്നെ integral with respect to x, integral with respect to y, f of xy is equal to 1. f of x y dy dx ഇടണം. dy. dx equal to 1. ബൈവേരിയറ്റ് ഡിസ്ക്രീറ്റ് കേസിൽ എഫ് ഓഫ് എക്സ് വൈ ഡിഫൈൻ ചെയ്തേക്കുന്നുണ്ടോ? എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു പ്രോബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ്, ക്യാപിറ്റൽ വൈ ഈക്വൽ ടു സ്മോൾ വൈ. ഇനി രണ്ട് കണ്ടീഷൻ. ഡിസ്ക്രീറ്റ് കേസിലാണെങ്കിൽ 0 ലെസ്സാർക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ലെസ്സാർക്വൽ ടു 1 ആണ്. പിന്നെ സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ്, സിഗ്മ വിത്ത് റെസ്പെക്ട് ടു വൈ, എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1. ഓക്കെ. ഇനി അടുത്തത് ഇതേ സാധനം കണ്ടിന്യൂസിന്റെ കേസിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ, എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ ഈക്വൽ ടു probability that x less than capital X less than or equal to x plus dx, y less than capital Y less than or equal to y plus dy. ഓക്കെ. എന്നിട്ട് നമ്മളിപ്പോ പറഞ്ഞ കണ്ടീഷൻ കണ്ട ഇവിടെ വന്നപ്പോ എന്താണ്? എഫ് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. രണ്ടാമത്തെ കണ്ടീഷൻ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വൈ, എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ് ഈക്വൽ ടു 1. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ യൂണിവേരിയറ്റ് കേസിലാണെങ്കിൽ പ്രോബിലിറ്റി ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ബി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എഴുതും? ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതും. ബൈവേരിയറ്റ് കേസിൽ അത് രണ്ട് വേരിയബിളിന്റെ കേസിലേക്ക് എഴുതിയതേ ഉള്ളൂ. പ്രോബിലിറ്റി ദാറ്റ് എ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ബി, സി ലെസ് ദാൻ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഈക്വൽ ടു ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ we have to integrate with respect to both the variables within the range a to b and c to d. Okay. യൂണിവേരിയറ്റ് കേസിലെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞേ? p of capital x less അല്ല small s അല്ല capital X less than or equal to small x. അതാണ്. Okay. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന് കണ്ടിന്യൂസ് കേസിലും ഡിസ്ക്രീറ്റ് കേസിലും ഒരൊറ്റൊരു ഡെഫിനിഷനേ ഉള്ളൂ. പ്രോബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു സ്മോൾ എക്സ്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. Okay. Probability that capital X less than or equal to small x. Okay. Then ബൈവേരിയറ്റിൽ എങ്ങനെ വരും എന്ന് പറയാമോ ആരെങ്കിലും? മിസ് പറ. f of xy is equal to p of capital X less than or equal to small x, comma y less than or equal to capital Y less than or equal to small y. Small y. Okay. കണ്ടിന്യൂസ് കേസിൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പ്രോബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു സ്മോൾ എക്സ്. കണ്ടിന്യൂസ് കേസിൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പറഞ്ഞോ. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ്. അതാണ്. അത് തന്നെ. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടിന്യൂസ് കേസിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ. ഇനി അത് ബൈവേരിയറ്റ് കേസിൽ എങ്ങനെ വരുമെന്ന് പറ. കണ്ടിന്യൂസ് കേസിൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ യൂണിവേരിയറ്റ് വരുമ്പോൾ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. അത് ബൈവേരിയറ്റിന് എങ്ങനെ വരും? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ്, പിന്നെ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു വൈ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ. ഈ ക്വസ്റ്റിനെ തന്നേക്കുന്നുണ്ടോ? ഡിറ്റർമിൻ സി ഇഫ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി ഇൻറ്റു 2x plus 3y where x equal to 0, 1, y equal to 1, 2 is a JPDF. Also write down the corresponding distribution function. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? അൺനോൺ കോൺസ്റ്റന്റ് സി കണ്ടുപിടിക്കണം. പിന്നെ എന്ത് കണ്ടുപിടിക്കണം? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. നമുക്കറിയാം യൂണിവേരിയറ്റ് കേസിൽ നമ്മൾ PDF തന്നിട്ട് അൺനോൺ കോൺസ്റ്റന്റ് കാണാൻ പറഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ എന്ത് ചെയ്യും? ടോട്ടൽ പ്രോബിലിറ്റി 1 എന്നുള്ള കേസ് എടുക്കും. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 എടുക്കും. കണ്ടിന്യൂസ് ആണെങ്കിൽ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1 എടുക്കും. ഓക്കെ. അൺനോൺ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ. അപ്പൊ ഇവിടെ നമുക്ക് അൺനോൺ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ബൈവേരിയേറ്റ് ആണ്. ബൈവേരിയേറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ്, സിഗ്മ വിത്ത് റെസ്പെക്ട് ടു വൈ, പി ഓഫ് എക്സ് വൈ. തന്നേക്കുന്ന PDF-ന്റെ ലെറ്റർ പി ആണ്. ക്വസ്റ്റിനെ നോക്കിയേ, എഫ് ഓഫ് എക്സ് വൈ എന്നല്ല പി എന്നാ തന്നേക്കുന്നത്. അപ്പൊ നമ്മൾ അതുകൊണ്ട് സിൻസ് പി ഓഫ് എക്സ് വൈ ഇസ് എ JPDF. JPDF എന്ന് പറഞ്ഞാൽ
ജോയിൻ PDF. ബൈവേരിയറ്റിന്റെ കേസിൽ നമ്മൾ JPDF എന്നാണ് പറയുക. യൂണിവേരിയറ്റിന്റെ കേസിൽ PDF എന്ന് പറയും. ഓക്കെ, അപ്പോൾ സിൻസ് P of XY is a JPDF, sigma with respect to X, sigma with respect to Y, P of XY equal to 1. ഇനി ഇത് സിഗ്മ വിത്ത് റെസ്പെക്ട് ടു വൈ, സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ്, സിഗ്മ വിത്ത് റെസ്പെക്ട് ടു വൈ, പി ഓഫ് എക്സ് വൈ എന്നുള്ളത് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് ഒന്ന് പറഞ്ഞു ആരെങ്കിലും. എക്സ് എടുക്കുന്ന വാല്യൂസ് 0ഉം 1ഉം, വൈ എടുക്കുന്ന വാല്യൂസ് 1, 2. P of 0, 1ഉം 0, 2ഉം, P of 1, 1ഉം 1, 2ഉം. അതായത് എക്സ് ഇവിടെ 2 വാല്യൂസ് എടുക്കുന്നുണ്ട്. അപ്പൊ എക്സ് 0 ആകുമ്പം വൈക്ക് 1ഉം കൊടുക്കണം 2ഉം കൊടുക്കണം. അതുപോലെ എക്സ് 1 ആകുമ്പോൾ വൈക്ക് 1ഉം കൊടുക്കണം 2ഉം കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ്, സിഗ്മ വിത്ത് റെസ്പെക്ട് ടു പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1. അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ 1 ഈക്വൽ ടു എക്സിന് 0, 1, വൈക്ക് 1, 2. അപ്പൊ എക്സിന് 0 കൊടുക്കുമ്പോൾ നോക്കിയേ, ആദ്യത്തെ 2 എണ്ണം നോക്കിയേ, എക്സിന് 0 കൊടുക്കുമ്പോൾ ആദ്യത്തെ 2 എണ്ണം നോക്കിയേ, എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക്, എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക് ആദ്യം 1 കൊടുത്തു, പിന്നെ 2 കൊടുത്തു. പിന്നത്തെ 2 എണ്ണത്തിൽ എന്താണ്? എക്സിന് 1 കൊടുത്തപ്പോ വൈക്ക് 1ഉം കൊടുത്തു 2ഉം കൊടുത്തു. ഓക്കെ, അപ്പൊ ഇനി പി ഓഫ് 01, പി ഓഫ് 02 ഒക്കെ എന്താന്ന് നോക്കാം. നോക്കിയേ, നമുക്ക് തന്നേക്കുന്നത് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി ഇൻറ്റു 2x + 3y എന്നാണ്. ഓക്കെ, അപ്പൊ പി ഓഫ് 01 എന്തായിരിക്കും? ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ. പി ഓഫ് 01, പി ഓഫ് 01 എന്ന് പറഞ്ഞാൽ എക്സിന്റെ സ്ഥാനത്ത് 0യും വൈയുടെ സ്ഥാനത്ത് 1ഉം ഇട്ടു. 3C ആണ്. എക്സിന് 0 കൊടുക്കും, വൈക്ക് 1 കൊടുക്കും, ഇല്ലേ? എക്സിന് 0 കൊടുക്കും, വൈക്ക് 1 കൊടുക്കും. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? എക്സിന് 0, വൈക്ക് 1 കൊടുക്കുമ്പോൾ നമുക്ക് ആ ബ്രാക്കറ്റിൽ എന്നാ കിട്ടുന്നേ? 3 എന്നാ കിട്ടുന്നേ, ഇല്ലേ? അപ്പൊ പി ഓഫ് 01 എന്ത് വരും? 3C എന്ന് വരും. ഓക്കെ, അപ്പൊ 3C പ്ലസ് അടുത്ത തന്നെ പി ഓഫ് 02, പി ഓഫ് 01 കഴിഞ്ഞു. അടുത്തത് പ്ലസ് പി ഓഫ് 02. അപ്പൊ പി ഓഫ് 01 3C ആണ്, പ്ലസ് പി ഓഫ് 02, പി ഓഫ് 02 പറ. 6C വരും. അതായത് എക്സിന് 0യും വൈക്ക് 2ഉം കൊടുക്കുമ്പോൾ 6C വരും. ഓക്കെ, അപ്പൊ നമുക്ക് പി ഓഫ് 01 പ്ലസ് പി ഓഫ് 02 എന്ന് പറഞ്ഞാൽ നമുക്ക് 3C പ്ലസ് 6C. ഇനി അടുത്തത് എന്ത് വരും? പ്ലസ് പി ഓഫ് 11, രോഹിണി 5C ആണ്. അത് തന്നെ 5C. എക്സിന് 1ഉം വൈക്ക് കൊടുക്കുമ്പോൾ വൈക്ക് 1ഉം കൊടുക്കുമ്പോൾ 5C. ഓക്കെ, പി ഓഫ് 11 കഴിഞ്ഞ അടുത്ത തന്നെ പി ഓഫ് 12, പി ഓഫ് 12 എക്സിന് 1ഉം വൈക്ക് 2ഉം എന്ത് വരും? 8C. ഓക്കെ, നമുക്ക് എന്ത് വരും? 3C പ്ലസ് 6C പ്ലസ് 5C പ്ലസ് 8C ഈക്വൽ ടു എന്ത് വരും? 22C. അപ്പൊ സി എന്ത് കിട്ടി? സി ഈക്വൽ ടു 1/22. അൺനോൺ കോൺസ്റ്റന്റ് കിട്ടിക്കഴിഞ്ഞപ്പോ എന്ത് വേണം? പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു സിയുടെ സ്ഥാനത്ത് സിയുടെ വാല്യൂ ഇട്ട് നമ്മളൊന്ന് എടുത്തെഴുതി. 1/22 ഇൻറ്റു 2x + 3y. എക്സ് ഈക്വൽ ടു 0, 1, വൈ ഈക്വൽ ടു 1, 2. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നു. അപ്പൊ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു, ഇതാണ് ഡിസ്ക്രീറ്റ് കേസിൽ. നമ്മൾ ഇപ്പൊ കണ്ടിന്യൂസ് കേസിൽ പറഞ്ഞു ഇന്റഗ്രൽ -∞ ടു എക്സ്, ഇന്റഗ്രൽ -∞ ടു വൈ, എഫ് ഓഫ് എക്സ് വൈ dy dx നമ്മൾ കണ്ടിന്യൂസ് കേസിൽ പറഞ്ഞു. സിഗ്മ ഇത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സിഗ്മ യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ, എഫ് ഓഫ് യു വി എന്ന് എഴുതണം. എഫ് ഓഫ് യു വി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഇതേപോലെ തന്നെ നേരത്തെ എടുത്ത പോലെ എല്ലാ എക്സും വൈയും വരുന്ന എല്ലാ 2 എണ്ണം വെച്ചുള്ള എല്ലാ പെയറിലും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ആദ്യം എഫ് ഓഫ് 01, എഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാപിറ്റൽ എഫ് ആണ്, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. ക്യാപിറ്റൽ എഫ് ഓഫ് 01 എന്ന് പറഞ്ഞാല് എന്താണ്? ആ മുകളിലത്തെ ഫോർമുലയിലേക്ക് നോക്കിയേ, സിഗ്മ യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈഡ് ഈ ഫോർമുലയില്ല, ഞാൻ ഈ കേസർ വെച്ചിട്ടില്ല. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈഡ് ഈ ഫോർമുലയില് എക്സിന്റെ സ്ഥാനത്ത് 0 ഇടുക, വൈയുടെ സ്ഥാനത്ത് 1 ഇടുക. എക്സിന്റെ സ്ഥാനത്ത് 0 ഇടുമ്പോ എന്താ ഇവിടെ വരുന്നത്? ഈ സമ്മേഷൻ ഇവിടെ എന്നാ വരുന്നത്? യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സിന് 0യെക്കാളും ചെറിയ വാല്യൂ ഉണ്ടോ? ഇല്ല.
അപ്പൊ ഈ കേസിൽ എക്സ് എടുക്കുന്ന ആ യു ലെസ് ആർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് എടുക്കുന്ന ആദ്യത്തെ വാല്യൂ എന്താണ്? 0 മാത്രമാണ്. 0 മാത്രമേ എടുക്കുള്ളൂ. പിന്നെ വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ വൈക്ക് 1നേക്കാളും ചെറിയ വാല്യൂ ഉണ്ടോ? ഇല്ല. വൈയുടെ ആകെയുള്ള വി ലെസ് ദാൻ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ വൈ എടുക്കുന്ന വാല്യൂ 1 മാത്രമാണ്. വി എടുക്കുന്ന വാല്യൂ 1 മാത്രമാണ്. അതുകൊണ്ട് ക്യാപിറ്റൽ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ പി ഓഫ് 0 1 തന്നെയാണ്. അപ്പൊ സിഗ്മ യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ പി ഓഫ് യു വി എന്ന് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ഞാൻ ഈ കേസർ വെച്ചേക്കുന്ന സ്ഥലത്ത്. അപ്പൊ ആദ്യം നമ്മൾ എക്സിന് 0 വൈക്ക് 1 കൊടുക്കാന്ന് പറഞ്ഞാൽ എക്സിന് ഇവിടെ എഫ് ഓഫ് 0 1 ക്യാപിറ്റൽ എഫ് ഓഫ് 0 1 കാണാൻ നേരം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ എക്സ് 0യെക്കാളും ചെറിയ വാല്യൂ എടുക്കുന്നുണ്ടോ? ഇല്ല. എക്സിന് എടുക്കുന്ന വാല്യൂ 0 ആണ്. ആദ്യത്തെ വാല്യൂ 0 ആണ്. അപ്പോ യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാല് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്ന പി ഓഫ് യു വിയില് യുവിന്റെയും വിയുടെയും പെയർ ആകെ 0യും 1ഉം മാത്രം വരുള്ളൂ. പി ഓഫ് 0 1 എന്ന് പറഞ്ഞാൽ എന്താ? ഈ പി ഓഫ് എക്സ് വൈയില് നമ്മുടെ PDF പി ഓഫ് എക്സ് വൈയില് 1/22 ഇൻറ്റു എക്സിന് 0 വൈക്ക് 1 കൊടുക്കുക. ഓക്കെ. എക്സിന് 0 കൊടുക്കും. പി ഓഫ് 0 1 എന്ന് പറഞ്ഞാൽ എന്താ? പി ഓഫ് എക്സ് വൈയില് എക്സിന് 0 കൊടുക്കുക വൈക്ക് 1 കൊടുക്കുക. അപ്പൊ 1/22 ഇൻറ്റു 0 + 3 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് 3/22 എന്ന് കിട്ടും. ഓക്കെ. ഇനി എഫ് ഓഫ് 02 എന്ന് പറയാം. എഫ് ഓഫ് 02 എന്ന് പറഞ്ഞാല് പ്രോബബിലിറ്റി ദാറ്റ് ഇവിടെ ഞാൻ ഈ കേസർ വെച്ചേക്കുന്ന സ്ഥലത്ത് യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാ വരിക. അപ്പൊ യു ലെസ് ദാൻ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സിന്റെ കേസിൽ 0യെക്കാളും ചെറിയ വേറെ വാല്യൂ എടുക്കുന്നില്ല. അതുകൊണ്ട് യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 0 മാത്രം വരുള്ളൂ. ഓക്കെ. ഇനി വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇവിടെ രണ്ടാമത്തെ കേസിൽ ഇവിടെ വരുന്നത് 2 ആണ്. അപ്പൊ വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ 2നേക്കാളും ചെറുതായിട്ട് 1ഉം കൂടെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് വൈ ഏതൊക്കെ വാല്യൂ എടുക്കും? വൈ ഏതൊക്കെ വാല്യൂ എടുക്കും? 1 എടുക്കും, 2 എടുക്കും. ഓക്കെ. അപ്പൊ എഫ് ഓഫ് 02 എന്ന് പറഞ്ഞാല് എന്തൊക്കെ വരും? പി ഓഫ് 01 പ്ലസ് പി ഓഫ് 02. പി ഓഫ് 01 എന്ന് പറഞ്ഞാല് എക്സിന് 0യും വൈക്ക് 1ഉം കിട്ടും. അപ്പൊ 3/22 പ്ലസ് അടുത്തത് പി ഓഫ് 02 എന്ന് പറഞ്ഞാൽ എക്സിന് 0യും വൈക്ക് 2 കിട്ടും. അപ്പൊ 0 + 6. ഓക്കെ. അത് 9/22 എന്ന് വരും. എഫ് ഓഫ് 1 1 വരുമ്പോ എങ്ങനെയാ വരിക? പറ. പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. പി ഓഫ് എക്സ് വൈ പി ഓഫ് എക്സ് വൈ. ഓക്കെ. അപ്പൊ എന്ത് വരും? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എക്സ് ഏതൊക്കെ വാല്യൂ എടുക്കും? 0യും 1ഉം എടുക്കും. വൈയോ? വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ വൈ ഏത് വാല്യൂ എടുക്കും? 1 മാത്രം. 1 മാത്രം. ഒരു കാര്യം ചെയ്യാം. എഫ് ഓഫ് 1 2 എന്ന് പറ. എഫ് ഓഫ് 1 2 എഫ് ഓഫ് 1 2 എഫ് ഓഫ് 1 2 എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് ഓഫ് 1 2 എന്ന് പറഞ്ഞാല് ഈ നമ്മളുടെ തന്നേക്കുന്ന PDF-ല് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വരുന്ന എല്ലാ വാല്യൂ എടുക്കണം. കേൾക്കുന്നുണ്ടോ ആദ്ര? വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 വരുന്ന എല്ലാ വാല്യൂ എടുത്തിട്ട് അതെല്ലാ പെയറും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ എഫ് ഓഫ് 1 2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? എഫ് ഓഫ് 1 2 എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഏതൊക്കെ വരും? 0യും 1ഉം വരും. വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ഏത് വരും? 0യും 2ഉം വരും. 0 ഉണ്ടോ വൈക്ക്? 2. വൈ ഏതൊക്കെ വാല്യൂസ് എടുക്കുന്നത് ഇവിടെ? 1ഉം 2ഉം അല്ലേ എടുക്കുന്നേ? വൈ എടുക്കുന്ന വാല്യൂ 1ഉം 2 ആണ്. അപ്പൊ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വാല്യൂ വരും? പറ. വൈ ആകെ 1ഉം 2ഉം വരും. ഓക്കെ. അപ്പൊ എക്സ് 0യും 1ഉം വരും, വൈ 1ഉം 2ഉം വരും. അപ്പൊ ഇനി എല്ലാ പെയറും കൂടെ ആഡ് ചെയ്യണം. PDF അതിന്റെ എല്ലാ പെയറും കൂടെ എടുത്ത് ആഡ് ചെയ്യണം. അപ്പൊ എന്ത് വരും? എക്സ് 0യും 1ഉം അവിടെ ഒന്ന് കുറിച്ച് വെച്ചേ. ആദ്യം സൈഡിലൊന്ന് കുറിച്ച് വെച്ചേ. എക്സ് 0യും 1ഉം വൈ 1ഉം 2ഉം. അപ്പൊ നമ്മുടെ PDF പി ഓഫ് എക്സ് വൈ ഇതിൻ്റെ അകത്ത് എല്ലാ പേരിലും ആഡ് ചെയ്യണം. അപ്പൊ ഒന്ന് പറഞ്ഞേ. പി ഓഫ് ഇതിൽ നോക്കല്ലേ, സ്ക്രീനിൽ നോക്കരുത്, അല്ല എഴുതി വെച്ചേക്ക് നോക്കി പറ.
P of P of 0 1 plus plus P of 0 of 2 0 2 P plus of 1 P of 1 1 plus plus P of 1 2. 1 2. ക്ലിയർ ആയോ? Miss. അപ്പൊ നിക്ക് ഓഫ് ചെയ്യാൻ വരട്ടെ. എഫ് ഓഫ് 1 1 ഒന്ന് പറഞ്ഞേ, ക്യാപിറ്റൽ എഫ് ഓഫ് 1 1 ഒന്ന് പറഞ്ഞേ. P of 0 1 plus അല്ല അത് നോക്കി പറയണ്ട അല്ലാണ്ട് പറഞ്ഞേ. എഫ് ഓഫ് 1 1 എന്ന് പറഞ്ഞ എക്സ് ഏതൊക്കെ വാല്യൂസ് എടുക്കും? X 0 ഉം 1 ഉം 1 എടുക്കും. Y ഏതൊക്കെ വാല്യൂ എടുക്കും? Y ഏത് വാല്യൂ എടുക്കും? 1 മാത്രമേ എടുക്കുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ എക്സ് 0 ഉം 1 ഉം എടുക്കും. ആദ്യ സൈഡിൽ കുറിച്ചിട്ട് എക്സ് 0 ഉം 1 ഉം എടുക്കും. Y 1 എടുക്കും ഇല്ലേ? ഇനി അത് എല്ലാ കോമ്പിനേഷനും പറഞ്ഞേ. P of 0 1 plus P of 1 1. P of 0 1 plus P of 1 1. മനസ്സിലായോ? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഇതുപോലെ ടാബുലേറ്റ് ചെയ്ത് എഴുതണം. എക്സ് എടുക്കുന്ന വാല്യൂ 0 1, y എടുക്കുന്ന വാല്യൂ 1 2. ഓക്കെ, എക്സ് 0 y 1 അല്ലേ ഞാൻ ഈ കഴ്സർ വെച്ചേക്കുന്ന സ്ഥലത്ത് വരുന്നത്. ഇവിടെ എന്ത് എഴുതണം? ക്യാപിറ്റൽ എഫ് ഓഫ് 0 1. ഇപ്പൊ കഴ്സർ വെച്ചേക്കുന്ന സ്ഥലത്ത് എന്താ എഴുതണ്ടേ? എഫ് ഓഫ് 0 2. ഇവിടെ എന്ത് എഴുതണം? ഇപ്പൊ കഴ്സർ വെച്ചേക്കുന്ന അടുത്ത് x1 y1. അപ്പൊ എന്ത് എഴുതണം? എഫ് ഓഫ് 1 1. ഇവിടെ എഫ് ഓഫ് 1 2. ഓക്കെ, അപ്പൊ ആ ടേബിളിന് ഒരു ഹെഡിങ് കൊടുക്കണം. ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ ക്യാൻ ബി ടാബുലേറ്റഡ് ആസ് എന്ന് പറഞ്ഞ് എഴുതണം.